ഉണ്ടാക്കാൻ പോകുന്നത് വെജ് ഹക്ക നൂഡിൽസ് ആണ്. അപ്പോൾ ഈ നൂഡിൽസിന് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് സ്പ്രിംഗ് ഒനിയൻ, മാഷ്റ്റു, ബെൽ പെപ്പേഴ്സ്, മഷ്റൂം, ക്യാരറ്റ് ആൻഡ് ഗാർലിക്. കട്ട് ചെയ്യാൻ തുടങ്ങാം. ഇത്രയും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബാക്കി നമ്മൾക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം. ഇനി ഗാർലിക് അരിയാം. ഇനി നമ്മൾ അരിയാൻ പോകുന്നത് മാൻസ്റ്റു. ഈ വെജിറ്റബിൾ കിട്ടിയില്ലെങ്കിൽ ഇതിന് പകരം ബീൻസോ വേറെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്താൽ മതി. ഇത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ എല്ലാ വെജിറ്റബിൾസും നീളത്തിൽ തിന്നായിട്ട് വേണം അരിയാൻ. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് പെപ്പേഴ്സാണ്, ബെൽ പെപ്പേഴ്സ്. ഇത് ഫുള്ള് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇത് നിങ്ങളുടെ കയ്യിലുള്ള കളർ യൂസ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ കളറിന് വേണ്ടിയിട്ട് പല കളേഴ്സ് എടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഇതിൻ്റെ പകുതി വെച്ചാണ് യൂസ് ചെയ്യുന്നത്, പകുതി അല്ലെങ്കിൽ കാൽ ഭാഗമൊക്കെ വെച്ചിട്ട്. അപ്പോൾ ന്യൂഡിൽസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ക്വാണ്ടിറ്റി വെള്ളം വെക്കണം. അപ്പോൾ ഇത് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഞാനിവിടെ 2 കേക്ക് ന്യൂഡിൽസാണ് ആഡ് ചെയ്യണത്. ഇത് നമ്മളൊരു 2-3 മിനിറ്റ്സാണ് നമ്മളിത് കുക്ക് ചെയ്യുള്ളൂ. ഇതിനി അടച്ചു വെച്ചേക്കാം. നമ്മളിത് ഒരു 3-4 മിനിറ്റ്സാണ് മാക്സിമം ഇത് കുക്ക് ചെയ്യാമുള്ളൂ. ഇതൊരിക്കലും ഓവർ കുക്ക് ആവരുത്. ഇത് ബ്ലാഞ്ചിങ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെട്ടി തിളയ്ക്കണ ബോയിലിംഗ് വാട്ടറിലേക്ക് നമ്മുടെ നൂഡിൽസിൻ്റെ കേക്ക് ആഡ് ചെയ്യുക. 2-3 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ അലൗ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് നേരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കോൾഡ് വാട്ടർ അല്ലെങ്കിൽ ഐസ് വാട്ടറിനകത്തേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുക. ഒട്ടും ഓവർ കുക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇവിടെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓയിൽ പുരട്ടി വെക്കാനുള്ളതാണ്. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ച് ഓയിൽ പുരട്ടി വയ്ക്കാം. ഒരു 2-3 ടീസ്പൂൺ മതിയാവും. ഓക്കെ, ഇവിടെ ഞാൻ യൂസ് ചെയ്തത് വെജിറ്റബിൾ ഓയിലാണ്. സെസമേ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിന്. ഇനി നമുക്ക് വെജിറ്റബിൾസ് സ്റ്റിർ ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്യാം. ആദ്യം തന്നെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യണത്. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 1 or 2 ടേബിൾ സ്പൂൺസ്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗാർലിക് ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി മാൻസ്റ്റു ഇടാം. കൂടുതൽ കുക്കിംഗ് ടൈം ഉള്ളത് ആദ്യം ആഡ് ചെയ്യണം. അടുത്തതായിട്ട് സ്പ്രിംഗ് ഒനിയൻ്റെ ഈ പാർട്ട്, താഴത്തെ വൈറ്റ് പാർട്ട്
ഇനി അടുത്തത് മഷ്റൂം. ഇനി നമുക്ക് ബെൽ പെപ്പേഴ്സ് ഇടാം. ഇതിപ്പോൾ നല്ലോണം സ്റ്റിർ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോൾട്ട് ആവശ്യത്തിന് ചേർക്കുക. പിന്നെ വൈറ്റ് പെപ്പർ, 3 പിഞ്ച് വൈറ്റ് പെപ്പറാണ് ഞാൻ ആഡ് ചെയ്യണത്. പിന്നെ ഒരു പിഞ്ച് ഓഫ് ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പിഞ്ച് ആഡ് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യണത്. ഇനി സോയ് സോസ് ആഡ് ചെയ്യണം, ഒരു 2 ടീസ്പൂൺ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഗ്രീൻ അനിയൻ ആണ്. നേരത്തെ സ്പ്രിംഗ് അനിയൻ്റെ മറ്റേ വൈറ്റ് കളർ ബൾബ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഗ്രീൻ അനിയൻ ആഡ് ചെയ്യാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചായിരുന്നു നേരത്തെ. ഇതിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ലാസ്റ്റായിട്ട് സീസണിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യാം. സെസ്മി ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ആഡ് ചെയ്യാൻ ഏറ്റവും നല്ലത്. അതാണ് ചൈനീസ് ഡിഷസിലൊക്കെ യൂസ് ചെയ്യണത്. അത് ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. ഓക്കെ, ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെജ് ഹക്ക നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.